പഠിക്കുന്നുണ്ടായിരുന്നു. 2019 തൊട്ട് OET പഠിക്കുന്നതാണ്. എപ്പോഴും പരാജയം മാത്രമായിരുന്നു. ഞാൻ മൂന്നാമത് OET എഴുതാൻ വേണ്ടി ആരംഭിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എഴുതാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അച്ഛനെ ഒന്ന് കണ്ടിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് OET പരീക്ഷ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. അങ്ങനെ അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛനോട് ചോദിച്ചു, അച്ഛ OET ക്ലാസ്സിന് ചേർന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ, അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് തടസ്സമാണ് കാണുന്നത്, ഇപ്പോൾ OET എഴുതണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ ബെഡ് റെസ്റ്റ് ആണ്, അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ DHA ഉണ്ട് പിന്നെ മനസ്സിൽ. അപ്പോൾ അച്ഛൻ ഏതാ എടുക്കേണ്ടതെന്ന് ഒന്നും കൂടി ഒന്ന് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛന് DHA എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ചുപോയി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും DHAനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഓൺലൈനായിട്ടില്ല, ഓഫ്ലൈനായിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ പോയി പഠിക്കാനൊന്ന് ബുദ്ധിമുട്ടായിരുന്നു, പ്രഗ്നൻസിയിൽ റെസ്റ്റ് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതി എന്തായാലും പിന്നീട് OET എഴുതേണ്ടല്ലേ, അപ്പോൾ OET തന്നെ പഠിച്ചേക്കാന്ന് ഓർത്ത് OET തന്നെ പഠിച്ച് മുൻപോട്ട് പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ